എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾക്ക് സുഖം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു, വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓഫറിൽ കുറച്ച് നല്ല ഡ്രസ്സുകൾ കിട്ടി. അപ്പോൾ അതൊന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ എടുക്കണേ. കോംബോ ഓഫറാണ്. കോംബോ ഓഫർ അത് പിന്നെ ഫങ്ഷൻ വരുന്നത് ഒരു ഫങ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ്റെ പെങ്ങളുടെ ഉണ്ണിയുടെ 90ആണ്. അപ്പം അത് സൺഡേ അല്ലേ ഉണ്ണേട്ടാ, ജനുവരി 4-ാം തീയതിയാണ്. അപ്പൊ അതിനും കൂടിയിട്ടാണ് ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ കോംബോ ഓഫർ കണ്ട്. എനിക്ക് സാരി എടുത്തുട്ടോ, എനിക്ക് മുന്നേ തന്നെ സാരി എടുത്തു. എനിക്ക് പിന്നെ എല്ലാവർക്കും കൂടി സാരി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നടക്കില്ല. എനിക്ക് ഒരു ദിവസം തന്നെ വേണം. അത് കാരണം കൊണ്ട് എനിക്കുള്ള സാരി എടുക്കല് ആദ്യം തന്നെ കഴിച്ചു വെച്ചു, മോൾക്കുള്ളത്. അപ്പൊ അത് ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കണമല്ലോ. അപ്പൊ അത് ഞാനിപ്പോ അത് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തടുത്താണ് കേട്ടോ. അത് കാരണം ഓഫർ കണ്ടത്. അപ്പൊ ഞങ്ങള് കല്യാണിലേക്കാ പോയത്. കല്യാൺ നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ്. അതെ, നല്ല ക്വാളിറ്റി ഉള്ള തുണി. അല്ല ഇതിപ്പോ കല്യാണ പ്രൊമോഷൻ അല്ല, ഇതുപോലെ ഓഫർ നമ്മുടെ ഇവിടെ ഉണ്ടാവാറുണ്ട്. എവിടെ നമ്മൾ പോകാറില്ലേ, ട്രെൻഡ്സിൽ ഉണ്ടാവാറുണ്ട്. അതും അത്യാവശ്യം ഈ ഒരു ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലാണ് ഈ ഒരു കോംബോ ഓഫർ വരിക. മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രെൻഡ്സിന്റെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3500 എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 3000 സംതിങ് ആ ഒരു എമൗണ്ടിന് തന്നെ നമുക്ക് വീണ്ടും പർച്ചേസ്. പക്ഷെ അത് ചിലര് ഈ ഓഫറിലൊക്കെ ഇടുമ്പോൾ മോശമായിരിക്കും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കല്യാണത്തിനും ഇത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാട്ടാ. ഇത് ഇത് മൂന്നെണ്ണത്തിന്റെ മോൻ എടുത്തതാണ് കേട്ടോ. മോനാണ് ജീൻസ് എടുത്തിരിക്കുന്നത്. അപ്പൂന്റെയാണ് 3 നല്ല രസം, ക്വാളിറ്റിയും ഒക്കെ. ഇത് 1450 3 ജീൻസ് കുഴപ്പമില്ല, ഒരു വലിയ മോശമില്ലാത്ത ക്വാളിറ്റിയാണ് അല്ലേ. നല്ല ഇതുണ്ട്. ഇത് ഈ ഓഫറിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, പിന്നെ ഒരു വർഷത്തിന് ഡ്രസ്സ് എടുക്കണം. ഓഫർ ഇല്ലാത്ത ടൈമിൽ എന്തായാലും ഒരു 1000 അടുത്ത് വരും, ഒരു 800 ഒക്കെ എന്തായാലും വരും ഒരെണ്ണത്തിന് അല്ലേ. അതെ, ഇതിപ്പോ ഓഫർ ഉള്ള കാരണം കൊണ്ട് ഈ ഒരു റേറ്റിൽ നല്ലതാണ്. അതെ. പിന്നെ ഒരു ബ്ലാക്കും ട്ടാ. ഇതൊരു ഒരു നീലയും പിന്നൊരു ഈ കളർ ആദ്യമായിട്ടാണ് അവൻ എടുക്കുന്നത് കേട്ടോ. സാധാരണ ലൈറ്റ് ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ എടുക്കാറ്. പക്ഷെ ഇതെന്താ കുഴപ്പമെന്ന് അറിയോ, ഇതോട് ഓഫറാണെങ്കിൽ ഇത് ഓഫറാവേണ്ട കാര്യമില്ല, അതിനുള്ള ഡാമേജുകൾ ഉണ്ടല്ലേ, കീറിയിരിക്കണോ. ഇപ്പോഴത്തെ മോഡലാണ്, ഇപ്പോഴത്തെ ഒന്നല്ല, പണ്ടേ ഇറങ്ങിയിട്ടുള്ള മോഡലാണ്. ഒരു ഇത് അവനങ്ങനെ ഇങ്ങനത്തെ ഉപയോഗിക്കാറില്ല. അങ്ങനെ കുറച്ച് കട്ടിങ് ഒക്കെ വരണതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടാ. അവൻ ഇട്ടപ്പോ പറഞ്ഞു അയ്യേ എനിക്കിത് വേണ്ട കേട്ടാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് കുഴപ്പമില്ലടാ, അത് ഇപ്പോഴത്തെ ഒരു രസമല്ലേ, എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ എടുപ്പിച്ചു. അങ്ങനെ അപ്പൂനുള്ള 3 ജീൻസ് ആണ് കേട്ടോ അത്. അപ്പൊ ഫംഗ്ഷൻ ഇപ്പൊ ഏതെങ്കിലും കളറ് 1450 ഞങ്ങള് വലിയ വില കൊടുത്തൊന്നും ഡ്രസ് എടുക്കാറില്ല. അപ്പൊ ഇതുപോലെ ഓഫറിലപ്പോ, പക്ഷെ ഓഫർ എന്ന് പറയുമ്പോൾ വളരെ ലോക്കൽ ഉണ്ടെന്ന് എടുക്കില്ല കേട്ടോ. നമ്മള് ക്വാളിറ്റി കൂടി നോക്കിയിട്ടാണ് എടുക്കുക. ക്വാളിറ്റി കുഴപ്പമില്ലാത്ത. ഇത് അപ്പൂന്റെ ഫംഗ്ഷനുള്ള ഷർട്ടാണ് കേട്ടോ. അതായത് അനിയത്തിയുടെ കുട്ടിയുടെ ഫംഗ്ഷൻ പറഞ്ഞില്ല, അതിന് ഷർട്ട് എടുത്തത്. അപ്പൊ ഈ ഷർട്ടിന് മാച്ച് ആയിട്ട് ഏതാണോ ജീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാന്ന് വിചാരിച്ചിട്ട്. ഇത് കോംബോ ഓഫർ അല്ല, ഇത് കോംബോ ഇത് വേറെ എടുത്തത്. ഞാൻ ഇതിലും വേറെ കുറെ നല്ല ഷർട്ടുകൾ പ്ലെയിൻ കളർ ഒക്കെ ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കാണിച്ചു കൊടുത്താൽ അവൻ പറയാം അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ അറിയില്ലാന്ന്, എനിക്ക് ഇതൊന്നും അത്രയ്ക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ കളറുകൾ ഞാൻ ഇങ്ങനെ നോക്കി ഇതെടുക്കടാ കൊണ്ട് പിന്നാലെ നടന്നു. അവനുണ്ടായിരിക്കണു അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എടുത്തതാണ് അത്. കുഴപ്പമില്ല തോന്നുന്നു അല്ലേ, ഇട്ടോക്കിയപ്പോ കുഴപ്പമില്ല അല്ലേ. എന്നിട്ടാ സമ്മതിക്കില്ലല്ലോ, എപ്പോഴും ബ്ലാക്ക് ഷർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഈ പ്രാവശ്യം ബ്ലാക്ക് എടുക്കാൻ സമ്മതിക്കേ ഇല്ല പറഞ്ഞു. പിന്നെ അങ്ങനെ തെരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു ഡ്രസ്സ് ഇതുപോലെ ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതെടുക്കടാ അപ്പൂ പ്ലീസ് ഇടാ പറഞ്ഞു. ആ ശരി എടുത്തോ എടുത്തോണ്ട് നിക്കുക. അപ്പൊ അങ്ങനെ. അപ്പൊ ഇതാണ് അവന്റെ ഡ്രസ്സ്. ഇതാണ് എനിക്കെടുത്ത ജീൻസ് കേട്ടോ, കോംബോ ഓഫർ. ഇത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെ ആഷ് കളർ. പക്ഷെ ഇത് വേറെ കളർ ചേഞ്ച് കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം മാത്രം. ഒരു പച്ച കളർ കോംബോ ഓഫർ എടുക്കുമ്പോൾ 3 തന്നെ എടുക്കണല്ലോ. ഇത് എത്രയാണ്? 1750 1750 3 ജീൻസ് കേട്ടോ.
കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. വേറെ ഡാമേജുകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ക്വാളിറ്റി. നല്ല ക്വാളിറ്റി. ഇപ്പൊ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഇത് അങ്ങനെ നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ കിട്ടി, കുഴപ്പമില്ല. ഇത് 34 പക്ഷെ ഇത് രണ്ടും 32. പക്ഷെ അത് മൂന്നും കറക്റ്റ് ആയിട്ട് നോക്കിയപ്പോ കറക്റ്റ് ആയിരുന്നു അല്ലേ. അങ്ങനെ പിന്നെ ഷർട്ട് എടുത്തില്ല കേട്ടോ. ഷർട്ട് ഓണത്തിന് എടുത്തത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ നീല സാരിയാ. അപ്പൊ ഞാൻ പറഞ്ഞു നീല സാരി ഓണത്തിന് എടുത്തത് ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ സാധനങ്ങള് ഇടാനാണ് ഇഷ്ടം. അതെ, ഞാനാണ് പിന്നെയും സാരികള് അങ്ങനെ ആവട്ടെ. എനിക്ക് നീലയാണ് കേട്ടോ സാരി, നീല കളറാണ് എന്റെ സാരി. അപ്പൊ എന്റെ സാരിക്ക് അത്ര മാച്ച് ഇല്ലെങ്കിലും ചെറിയൊരു മാച്ച് ഉണ്ട് അല്ലേ. അപ്പൊ അതാണ് ഉണ്ണേട്ടന്റെ കളർ ഷർട്ട്. അപ്പൊ ഇനി മോൾക്ക് ഇതുപോലെ ഞങ്ങള് കോംബോ ഓഫറിലെല്ലാം എടുത്തത്. അവൾക്ക് പിന്നെ അതുപോലെ ആദ്യം പോയിട്ട് ഫംഗ്ഷൻ ആകുമ്പോൾ അവൾക്കും ആശയ്ക്കുള്ള ആദ്യം എടുത്തു. അപ്പൊ പിന്നീട് ഞങ്ങൾക്ക് എടുക്കാൻ പോയപ്പോഴാണ് കോംബോ ഓഫറിൽ പറഞ്ഞത്. അപ്പൊ അവളുടെ ഡ്രസ്സ് ഇതാ. അപ്പൊ മോൾക്ക് എടുത്ത ഡ്രസ്സാട്ടോ, അതൊരു വെസ്റ്റേൺ ഡ്രസ്സാണ്. ഇതിങ്ങനെ ഇത് മുട്ടിന് തൊട്ട് താഴെ വരെ നിൽക്കും ഈ ഒരു ഇന്നർ, പിന്നെ ഒരു ഓവർകോട്ട്. ഇത് ആ ഡമ്മിയിലിട്ട് കണ്ടിട്ട് അതിന്റെ ഇഷ്ടം നോക്കിയിട്ട് അവള് ഞങ്ങൾ ആ കടയിൽ, ഇത് കല്യാണം എന്നല്ല കേട്ടോ, അത് വേറെ ഷോപ്പിൽ നിന്ന് എടുത്തത്. റൗണ്ട് അവൾക്കായി എന്നുള്ള അത് പറഞ്ഞിട്ടുള്ള അവൾക്കായി എന്നാണ് ഷോപ്പിന്റെ പേര് കേട്ടോ. അപ്പോൾ കയറി ചെന്ന ഉടനെ ഡമ്മിയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ അവളുടെ മൈൻഡ് ചെയ്യാണ്ട് അതൊന്നും നോക്കണ്ട വേറെ നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ പോയി നോക്കി. ലാസ്റ്റ് ചുറ്റിത്തിരിഞ്ഞ് അവള് പറഞ്ഞതിലേക്ക് തന്നെ എത്തിച്ചു. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇത് ട്രെൻഡ്സിന്റെയും അവൾക്കായുടെയും കല്യാണിന്റെ ഒന്നും പ്രൊമോഷൻ അല്ല. അതെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ സ്മൂത്ത്, ഇതൊക്കെ നല്ല സ്മൂത്താണ് കേട്ടോ, ഇടാനും നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. അവൾക്ക് അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കുത്തണതും കല്ലുള്ളതും അങ്ങനത്തെ സാധനങ്ങളൊന്നും തീരെ ചെറുപ്പം മുതലേ അവൾ അങ്ങനെയാണ്. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. ഒക്കെ സ്മൂത്ത് ആയിട്ട് നല്ല കട്ടി പറഞ്ഞ ബനിയൻ ഇടുമ്പോ നമുക്ക് ശരീരത്തിന് ഇറിറ്റേഷനും പറ്റും. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് സിമ്പിൾ. അതെ. അപ്പൊ പിന്നെ അവൾക്കും ഇതുപോലെ കണ്ടപ്പോ നല്ല മെറ്റീരിയലും നന്നായിട്ടുണ്ട്, അങ്ങനെ എടുത്തതാണ് അവൾക്ക്. ഞാൻ മുന്നേ ജീൻസ് തന്നെ ഇട്ടില്ലായിരുന്നു, കാരണം ടൈറ്റ് അല്ല, എനിക്ക് ഒന്നും ഇറുകി നിൽക്കാൻ പാടില്ല. അങ്ങനെയാണ് ജീൻസ് പിന്നെ ശീലാക്കിയതാണ് ഞാൻ. പക്ഷെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഷേപ്പിൽ എന്താ പറയുക, ഒരു ഇഞ്ച് പോലും ഇതില്ലാണ്ടാണ് നമ്മള് ആ ചെറുപ്പത്തിലൊക്കെ നമ്മൾ തയ്ക്കുക, കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഭയങ്കര ഒരു ലൂസുള്ള ഡ്രസ്സുകളാണ് ഇപ്പൊ എനിക്കിഷ്ടം ഇടാൻ. അപ്പൊ അങ്ങനെ ഇനിയാണ് എന്റെ അത് എന്താ പറയാ, ഇത് ലെഗിൻസ്. ഇതിപ്പം എന്താ പറയാ, ഉണ്ണേട്ടനും അപ്പൂനും കൂടിയിട്ടാണ് ഡ്രസ് പോയതെങ്കിലും എനിക്കും കോംബോ ഓഫർ ഇല്ല മാഡം ഇത് നോക്കണോ, ജസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ 1999 രൂപയ്ക്ക് 3 സെറ്റ് ചുരിദാർ. അപ്പൊ എന്നാ പിന്നെ എടുത്താലോന്ന് ഉണ്ണേട്ടനോട് ചോദിച്ചു. ഉണ്ണേട്ടാ വേണമെങ്കിൽ എടുത്തോ. അവന് മൂളല് കേൾക്കല്ലേ വേണ്ടു, വേഗം അപ്പോ എനിക്കെടുത്ത 3 ഡ്രസ്സുകളാണ് കേട്ടോ. അത് പിടിക്ക്, ആദ്യം ഇത് കാണിക്കാം. നല്ല മെറ്റീരിയൽ എനിക്ക് പറഞ്ഞില്ലേ കോംബോ ഓഫർ ആകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഓഫറിൽ ഇട്ടിട്ടുള്ള സാധനം തന്നെ 3 എടുക്കണം. അത് കാരണം നമുക്ക് ഓഫറിൽ ഇട്ട സംഭവങ്ങൾ തന്നെ 3 കുറെ ഉണ്ട്, വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതെ ഇത് കണ്ടോ, ഈ ഒരു ചുരിദാർ കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവിടെ ഒരു ഫ്രില്ലുള്ള കാരണം നല്ല ഇങ്ങനെ ഒഴുകി കിടക്കും, എ ലൈനാണ്. പിന്നെ ഒരു ഇട്ട് കഴിഞ്ഞാൽ തന്നെ മെറ്റീരിയലും കുഴപ്പമില്ല, നല്ല മെറ്റീരിയൽ കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു കുത്തലോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് ഇങ്ങനത്തെ തുണികൾ ഇടാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര എടുത്ത് വെച്ചപ്പോൾ തന്നെ നന്നായിട്ടില്ലേ, കളറ് നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് കിടക്കട്ടെ. ക്വാളിറ്റി കുറവില്ല. സ്റ്റിച്ചിങ് ചിലപ്പോ എന്തെങ്കിലും നരച്ചത് അങ്ങനെയൊക്കെ ചില ഓഫറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ പാന്റ് പലാസോ പാന്റ് ആണ് കേട്ടോ. പലാസോ പാന്റ് ഷോള് വിത്ത് ഷോള്. അങ്ങനെ ഇത് ആദ്യത്തെ ചുരിദാർ ഇതാണ്. ഈ രണ്ടാമത്തെ ചുരിദാർ കാണിച്ചു തരാം. അതും ഇതേപോലെ തന്നെ ഇതേ ഒരു പാറ്റേണിൽ വരുന്നത് തന്നെയാണ്. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകുക ഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാണ്.
അപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെ അടുത്ത ചുരിദാറും ഒരെണ്ണം കൂടി ഞാൻ എടുത്തു. അപ്പോൾ നന്നായിട്ടുണ്ട് അല്ലേ. ചിലരിത് എക്സൽ സൈസ് ഞാൻ ലാർജാണ് കേട്ടോ ഞാൻ സാധാരണ എടുക്കാറ്. ചില ബ്രാൻഡിൽ എക്സൽ വേണ്ടി വരും. പക്ഷെ ഇതിൽ ലാർജ് എടുത്തപ്പോൾ ഷോൾഡറൊക്കെ ഇറങ്ങി കുറച്ച് സൈസ് കൂടുതലായിരുന്നു. പക്ഷെ അല്ല എക്സൽ കേട്ടോ, ലാർജ് കറക്റ്റായി. അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആണിത്. അപ്പോൾ ഇതിനും അതേപോലെ ഇതേ പലാസോ പാൻറ്റും ഇത് ഷോളും. നല്ലൊരു കളറല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കളറാണ് കേട്ടോ. അതും എനിക്കിഷ്ടമായി. ചില റെഡിമെയ്ഡ് ചുരിദാർ എടുക്കുന്ന സമയത്തേ അതിൻ്റെ പാൻറ്റ് ചിലപ്പോൾ അത്രയ്ക്ക് ടോപ്പൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ പാൻറ്റ് ചിലപ്പോൾ ചിലത് വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇത് എനിക്ക് മൂന്ന് ചുരിദാറിൻ്റെയും പാൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് നന്നായിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ പാൻറ്റ് ഇതാണ്. ഇനി ഷോളും നന്നായിട്ടുണ്ട്. ഒരു കോട്ടൺ മിക്സാണ് അല്ലേ തൊടുമ്പോൾ പക്ക മിക്സാണ്, കോട്ടൺ മിക്സാണ്. അപ്പോൾ ഷോളും നല്ല വീതിയും നീളവും ഒക്കെ ഉണ്ട്. അപ്പോൾ 3 ചുരിദാർ അങ്ങനെ അടിച്ചു മാറ്റി ഞാൻ. ഉണ്ണേട്ടൻ എടുക്കാൻ പോയിട്ട് ഞാൻ എടുത്തിട്ട് പോന്നു. ഭയങ്കര സന്തോഷം എനിക്ക്. ഡ്രസ്സ് കിട്ടുക ജനുവരി ലാസ്റ്റ് വരെ ഉണ്ടെന്ന് ആണ് പറഞ്ഞു കേട്ട് സോനി ചേച്ചി. ഒരു ഫ്രണ്ട് അവിടെ കല്യാണം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓഫർ പറയും. അവളുടെ ഫ്രണ്ട് ഉണ്ണേന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. അപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ വിളിച്ച് ചേച്ചി പറയാറുണ്ട് പക്ഷെ എങ്ങനെ ഉണ്ട് കേട്ടോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓഫർ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിച്ചാലോ? അതെ. അപ്പോൾ ഇനി നമുക്ക് തുണിയുടെ ഓഫറിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അല്ലേ തിരക്കിലാണ്. അപ്പോൾ അത് പറഞ്ഞില്ലല്ലോ. ഉണ്ണിയുടെ 90 പറഞ്ഞു. എന്തുണ്ണിയാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പെൺകുട്ടിയാണ്. അപ്പോൾ പേര് ഇടാൻ പോവാണ് അല്ലേ 90-ന് അല്ലേ? അപ്പോൾ 4-ാം തീയതി ഫംഗ്ഷനൊക്കെ ആണ്. അപ്പോൾ അതിന്റെ തിരക്കലും കാര്യങ്ങളൊക്കെയാണ്. ഒക്കെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.